നമസ്കാരം, അവിയൽ ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ ഇത് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഓരോന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് ഐറ്റംസ്. ആദ്യം തന്നെ പാണ്ഡ്യൻ ഫയർ വർക്സിൻ്റെ വൈറ്റ് ഹൗസ് എന്നുള്ള ഒരു ഷോർട്സ് ആണ്. ഇതിൽ 5 പീസ് വരുന്നുണ്ട്. 1 ഇഞ്ച് ഷെല്ലാണ്. പിന്നെ ഇത് സ്കൈ കിങ്ങിൻ്റെ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞിട്ട് ഇതും അതുപോലെ തന്നെ ഷോട്ട് പോലെയുള്ളതാണ്. പക്ഷേ ഇത് താഴത്തുനിന്ന് ഫയർ ചെയ്താൽ പൊട്ടി തുടങ്ങുമ്പോൾ മുകളിൽ തന്നെ ഷവർ പോലെ മേലേക്ക് പോകുന്ന ഒരു ടൈപ്പുള്ള ഷോട്ടാണ്. പിന്നെ ഇതും സ്കൈ കിങ്ങിൻ്റെ ട്രൈ കളർ ഫൗണ്ടനാണ്. ക്രാക്ലിങ്ങോട് കൂടിയിട്ടുള്ള ട്രൈ കളർ ഫൗണ്ടനാണിത്. ഇതും സ്കൈ കിങ് ബ്രാൻഡിൻ്റെ പുതിയ വന്ന മോഡൽ ഗോൾഡ് വിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചൈനീസ് ടൈപ്പ് ഒരു ഫ്ലവർ പോട്ട് ഐറ്റംസ് തന്നെയാണ് ഇത്. പിന്നെ കമ്പിത്തിരി, ഇത് ശ്രീകാളീസ് എന്നുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ ഇലക്ട്രിക് വരുന്നുണ്ട് 15 സെൻറ്റിമീറ്ററിൻ്റെ, റെഡ് വരുന്നുണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് 3 ഒരു പാക്ക് ഉണ്ട്. ഇത് RSR ബ്രാൻഡിൻ്റെ കളർ സ്പാക്ലേഴ്സ് ആണ്. 12 സെൻറ്റിമീറ്റർ ഉള്ളത്, മൾട്ടി കളറുള്ള ഒരു സ്പാക്ലറാണ്. പിന്നെ ഇത് അരുണിൻ്റെ റെഡ് 30 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണത്തോട് കൂടിയിട്ടുള്ള വലിയൊരു സ്പാക്ലേഴ്സ്. സ്റ്റാർവെൽ ബ്രാൻഡിൻ്റെ, ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്രാക്ലിങ്ങോട് കൂടി വെക്കുന്ന ഈ പെൻസിലിൻ്റെയൊക്കെ പുതിയ അഡ്വാൻസ് ആയിട്ട് വന്ന ഒരു മോഡലാണിത്. അത്യാവശ്യം പ്രൈസ് കുറവിൽ നല്ല രീതിയിൽ എന്നാൽ സെയിൽ നടക്കുന്ന ഒരു ബ്രാൻഡാണ് സ്റ്റാർവെൽ എന്നുള്ളത്. 2 പീസാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെയാണ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നത്. ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന ടൈപ്പിൽ. ഇതും അതുപോലെ കാളീസ് ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സ്പാർക്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സീരീസിൽ വരുന്ന ഒരു സ്പാർക്ലേഴ്സ് ആണ്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ആ ക്രാക്ലിങ്ങോട് കൂടിയിട്ട് കൈ പിടിക്കുന്ന ആ ഒരു സീരീസിൽ വരുന്ന ടൈപ്പിൻ്റെ കളറോട് കൂടിയിട്ടുള്ള, ഇത് RSR ബ്രാൻഡിൻ്റെ തന്നെ ഇലക്ട്രിക് സ്പാർക്ലേഴ്സ്. ഇത് 15 സെൻറ്റിമീറ്റേഴ്സ് അല്ല 10 സെൻറ്റിമീറ്റേഴ്സ്. പിന്നെ ഇത് മാജിക്കൽ പീക്കോക്ക്. നമ്മൾ നേരെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇത് എടുത്ത് വെക്കുക. എന്തായാലും ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ്. കറക്റ്റ് ഇതുപോലെ തന്നെ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഫയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം മുതലൊക്കെ വന്നതാണ്. ഡ്രോണിൻ്റെ പോലെ തന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു 5 പീസ് ഉണ്ട്. ഇതും മൾട്ടി കളറിൽ പോകുന്നതെന്ന് തോന്നുന്നു. റെഡ് കളറിലും ഗ്രീൻ കളിലും ഒക്കെയാണ് മുകളിലേക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത്. അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, ഒരു എഫക്റ്റ് കിട്ടുന്ന ഐറ്റം തന്നെയാണ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതും സ്കൈ കിങ്ങിൻ്റെയാണ്. ഇതും നമ്മുടെ വൈറ്റ് ക്രാക്ലിങ്ങോട് കൂടിയിട്ടുള്ള മേശപ്പൂ, പുതിയ ടൈപ്പ് എന്ന് പറയാം, ചൈനീസ് ക്രാക്കേഴ്സ്. അതാണിത്. യൂട്യൂബ് ചാനലുണ്ട്. അപ്പം കുറേയൊക്കെ അവർ എല്ലാ വീഡിയോസും ഇതിൻ്റെയൊക്കെ ഓരോ ക്രാക്കറിൻ്റെയും വീഡിയോസ് അവർ സെപ്പറേറ്റ് ആയിട്ട് ആ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെന്തെങ്കിലും വാങ്ങാൻ നേരത്തെ ഡൗട്ട് വരികയാണെങ്കിൽ അവരെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ഞാൻ ടെസ്റ്റിംഗ് വീഡിയോ, ഇതിൻ്റെ എല്ലാ എണ്ണത്തിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചാനലിൽ ഈ വീഡിയോൻ്റെ എൻഡിൽ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിങ്ങിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും. ഇതതിൻ്റെ തന്നെ സൺഫീസ്റ്റിൻ്റെ ഗോൾഡ് ക്രാക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതും അത് തന്നെയാണ്. സ്കൈ കിങ് ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇതും വരുന്നത്. ഇതൊരു പാക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ ക്രാക്ലിങ്, സ്കൈ കിങ്ങിൻ്റെ തന്നെ ഗ്രീൻ ക്രാക്ലിങ് 5 ഐറ്റംസ് തന്നെയാണ് ഇതിനും വരുന്നത്. ഓക്കെ, അടുത്ത് അടിയാൾ പേപ്പർ ബോംബാണ്. അത് 1 kg ബോംബില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 1/4 kg ബോംബ് ഞാൻ പൊട്ടിച്ചിരുന്നു. ഇതാണ് സംഭവം. നടുവിലൊരു ബോംബും അതിന് ചുറ്റും നമ്മളെ പേപ്പറും വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇതൊരൊറ്റ ഒന്ന് പൊട്ടിച്ചാൽ മതി. പേപ്പർ മാത്രം വിതറണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നല്ല സുഖമാണ്. ഒരൊറ്റ പേപ്പർ മാത്രം മതി, ഒറ്റ ബോംബ് മാത്രം മതി. ചുറ്റുവട്ടം മൊത്തം പേപ്പർ കൊണ്ടെന്നറിയും. ഇനി നമ്മൾ കണ്ട സ്കൈ കിങ്ങിൻ്റെ തന്നെ എന്താ പറയുക, വലിയ രീതിയിലുള്ള ചൈനീസ് പൂക്കുറ്റി വരുന്ന ഫ്ലവർ പോട്ടില്ലേ വലുത്, അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണിത്. ഇത് വൈറ്റും ഗ്രീനുമാണ്. നേരത്തെ കണ്ട ഗോൾഡൻ കളറായിരുന്നു, ഇത് വൈറ്റും ഗ്രീനുമാണ്. ഏഞ്ചൽ ടൈം എന്നാണ്. വൈറ്റും ഗ്രീനും ഇതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ സ്കൈ കിങ്ങിൻ്റെ തന്നെ റെഡ് കളറിലുള്ളത്
അപ്പം ഗ്രീനായി, റെഡായി, ഗോൾഡൻ കളറായി. ഇനി അതുപോലെ തന്നെ സ്കൈ കിങ്ങിൻ്റെ നേരത്തെ വന്ന ചെറിയ മോഡൽ, അതിൻ്റെ ചെറിയ ടൈപ്പ് വരുന്ന റെഡ് ക്രാക്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ചെറിയ ചൈനീസ് ടൈപ്പ് ഐറ്റംസ് തന്നെയാണ് ഇത് വീണ്ടും സ്കൈ കിങ്ങിൻ്റെ സൺഫീസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വേറൊരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. ഇത് റെഡ് ആൻഡ് ഗ്രീന് വിത്ത് ക്രാക്ലിങ്ങോട് കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 ഐറ്റംസ് നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പം റെഡ് ആൻഡ് വൈറ്റ് ക്രാക്ലിങ് വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്, റെഡ് ആൻഡ് ഗ്രീന് വരുന്നുണ്ട്, റെഡ് ഉണ്ട്, ഗോൾഡ് ക്രാക്ലിങ് ഉണ്ട്. ഒരു 5 എണ്ണം അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇത് വേറൊരു എന്താ വിനായകർ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് കളർ പോട്ട്സ്. ഇത് വേറൊരു എന്താ പറയുക മൾട്ടി കളറിൽ കത്തുന്ന ഒരു ഷവർ തന്നെയാണ്. ഇതിലും 5 എണ്ണമാണ് പീസ് എന്നാണ് തോന്നുന്നത്. 5 പീസ് ആയിരിക്കും. നോർമലി ഇതിലൊക്കെ 5 പീസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇത്. ഇതിൽ ഓരോന്നിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, സിൽവർ കളർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ആൻഡ് സിൽവർ ഉണ്ട്. അങ്ങനെ 5 കളറിലാണ്. അപ്പോൾ ഓരോന്നും മൾട്ടി കളറല്ല, സെപ്പറേറ്റ് ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 കളറ് നമ്മളിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതൊറ്റ കളർ മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിലെല്ലാ കളേഴ്സും നമുക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ ടൈമിങ് നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഇത് അതേപോലെ തന്നെ സ്കൈ കിങ്ങിൻ്റെ ഗോൾഡ് ഫീസ്റ്റ് വന്നിട്ട് ഇതും അതേപോലെ തന്നെയാണ്. മേശപ്പൂവിൻ്റെ കുറച്ചും കൂടി ടൈപ്പ് കിട്ടുന്ന, മീൻസ് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതാണ്. കുറേ കൂടി ടൈമിങ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ മറ്റേതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടി വലിയ സൈസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും സൈസ് വരുന്നുണ്ട്. ഇത് ഗോൾഡൻ കളറിലായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു പകുതിക്ക് അടുത്ത് മാത്രമേ ആ കാണുന്ന മോഡലിലൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ടൈമിങ് നമുക്കിത് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സ്കൈ കിങ്ങിൻ്റെ അതേ ഒരു റേഞ്ചിൽ വരുന്ന, അതേ ഒരു വലുപ്പത്തിൽ വരുന്ന റെഡ് ആൻഡ് ഗ്രീനോട് കൂടിയിട്ടുള്ള റീൻ ഗ്രീൻ എന്നാണ് പറഞ്ഞത്. ഇതും ഗ്രീന് മാത്രമായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ എന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലും 5 പീസാണ് വരുന്നത്. കുറച്ചും കൂടി ടൈമിങ് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ബ്ലൂ ഐസ്, ഇത് വൈറ്റ് കളറിൽ ഷവർ പോലെ വരുന്നതാണ്. ഇത് ബ്ലൂ ഐസ് എന്ന് പറയുന്നത്. ഇതും ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ തന്നെ മൾട്ടി കളറോട് കൂടിയിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിലുള്ള ഇപ്പം സെപ്പറേറ്റ് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് റെഡ് വൈറ്റ് നമ്മളെടുത്തു, ഗ്രീൻ എടുത്തു, സ്കൈ കിങ് എന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ കളറിലെടുത്തു. ഇത് അതിൻ്റെ മൾട്ടി കളർ വരുന്നത്. ഇതിൽ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗോൾഡൻ കളർ ഉണ്ട്, പിന്നെ റെഡ് ഉണ്ട്, മൾട്ടി കളറോട് കൂടിയിട്ടുള്ള ഇങ്ങനെ ഒരു 5 കളറ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി കിട്ടേണ്ടത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഐറ്റംസ് ഇതിൻ്റെ തന്നെ സ്കൈ കിങ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കെടുത്താലും മെച്ചാണ്. പിന്നെ അതിൻ്റെ തന്നെ സെപ്പറേറ്റോട് കൂടിയിട്ടുള്ള റെഡ് കളറിലുള്ള സ്കൈ കിങ്ങിൻ്റെ തന്നെ ഫ്ലവർ പോട്ടിൻ്റെ ഒരു വലിയ മോഡൽ നോക്കിയതിൻ്റെ. പിന്നെ ഇത് അതിൻ്റെ 2 കളറ്, അതായത് റെഡും ഗ്രീനും ഇതുപോലെയാണ് അതിൻ്റെ ഫങ്ഷൻസ് വരിക. റെഡും ഗ്രീനോട് കൂടിയിട്ടുള്ള കുറച്ചും കൂടി വലിയൊരു ഫ്ലവർ പോട്ടാണ് എടുത്തത്. പിന്നെ ഇത് നമ്മളെ 1000 വാല 1K ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ കൊല്ലം മുതൽ ഇതായിരുന്നു. മീൻസ് ലാർസിനൊക്കെ ഒരു നിരോധനം വന്നിരുന്നു കഴിഞ്ഞ കൊല്ലം. ഇപ്പോൾ വെടിമരുന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ എല്ലാ കമ്പനികളും പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള പാക്കിങ്ങിൽ ഇതുപോലെയായിരുന്നു കുറേ എണ്ണത്തിന് കാണാനുള്ള, അതായത് 1K 2K എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു 1K ആണിത്. 1000 വാലയാണ്. കൗണ്ട് പല 1000 വാലയ്ക്കും പല രീതിയിലാണ്. ചിലതിനൊക്കെ എന്താ പറയുക ഫുൾ കൗണ്ട് ഉണ്ടാവും, ചിലതിന് ഹാഫ് കൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ ഇതും എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങോട് കൂടി തന്നെയാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു 1000 വാലയാണ്. ഇതൊന്നുണ്ട്. പിന്നെ ഇതതിൻ്റെ തന്നെ 2000 വാലയാണ്. പക്ഷെ ഇത് പാക്കിങ് കാണുമ്പം
ഇതുണ്ടെങ്കിലും ഇതിലിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ഇത് 2000 പോലെ കറക്റ്റ് ഉണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടാണ്. പാക്കിങ് വലുതാണ്. ഇത് കുറച്ചും കൂടി ഫാസ്റ്റിൽ കത്തുന്നതായിരിക്കും കേട്ടോ. ഇത് മറ്റേനെക്കാട്ടിലും ക്വാളിറ്റി മീൻസ് അങ്ങനെയല്ല. ഇതൊരു പ്രാവശ്യം ഞാൻ വാങ്ങിയിരുന്നു. ഒരു മധുര സീരീസിൽ വന്നൊരു ക്രാക്കർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഫാസ്റ്റിൽ കത്തി കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഐറ്റംസ് നല്ല പൊട്ടായിരുന്നു കേട്ടോ. നല്ല സ്ട്രോങ് പൊട്ടിലായിരുന്നു ഇത് പൊട്ടിയിരുന്നത്. നല്ല ഫാസ്റ്റായിട്ട് കത്തി കയറുകയും ചെയ്യും. അധികം ടൈമിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നല്ല സ്ട്രോങ് പൊട്ടായിരിക്കും. പൊട്ടുന്ന ആ ടൈമിൽ നല്ല സ്ട്രോങ് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരും ഇങ്ങനെയുള്ളത്. അത് മധുര സീരീസിലായിരുന്നു ഇങ്ങനത്തെ മോഡൽ ക്രാക്കേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് വിസ്ലിംഗ് റോക്കറ്റാണ്. ശക്തി വിനായകൻ്റെ തന്നെ മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തതിൽ ആ ഹെലികോപ്റ്റർ കണ്ടില്ലേ, ശക്തി വിനായക എന്നുള്ള ബ്രാൻഡിലുള്ള ഹെലികോപ്റ്ററൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫങ്ഷനായിരുന്നു. ഇത് അതുപോലെ തന്നെയുള്ള വിസിലിങ്ങോട് കൂടിയിട്ടുള്ള റോക്കറ്റാണ്. പിന്നെ ഇത് അതാ സ്കൈ കിങ്ങിൻ്റെ തന്നെ ഷോട്ടാണ്. മുകളിൽ പോയി പൊട്ടുന്ന ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോട്ട്, ഗോൾഡൻ കളറിൽ വിരിയുന്നതാണ് ഇത്. പിന്നെ ഇത് സ്കൈ കിങ്ങിൻ്റെ തന്നെ രണ്ട് കളറല്ല, ഇത് മൾട്ടി കളറാണെന്ന് തോന്നുന്നു. അതിൽ വിരിയുന്നതാണ്. 5 എണ്ണം വരുന്ന ഒരു പാക്കറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും വൈറ്റും യെല്ലോ ഇതിലുണ്ട്. ഇതൊരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഇതും സ്കൈ കിങ് ബ്രാൻഡിൽ വരുന്നതാണ്. ഇത് ഏകദേശം നയഗ്ര ഫോൾസ് ഇല്ലേ, അത് മോഡൽ വരുന്ന ഒരു ഐറ്റംസാണ്. ഇത് ഗ്രീൻ കളറിലാണ് വിരിയുന്നത്. ഇതിൻ്റെയൊക്കെ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാം. അപ്പോൾ അതിൽ കുറേ കൂടി ഫങ്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ വീഡിയോൻ്റെ എൻഡിൽ തന്നെ ടെസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് സൈറൻ്റെ എന്തോ പാക്കിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. നോർമൽ സൈറൻ തന്നെ. ഇതും 5 പീസ് വരുന്നുണ്ട്. 5 പീസ് വരുന്നുണ്ട്. ഇത് പീകോക്ക് ഫെദർ. ഇത് നല്ല രസമുള്ളൊരു ഫങ്ഷനോട് കൂടിയിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ നോക്കിയിരുന്നു. അപ്പോൾ ഇതും ഒരു 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ കൊടുത്തതിൽ ഒരു സ്റ്റാൻഡൊക്കെ കണ്ടിരുന്നു. ഇത് സ്റ്റാൻഡാണോ എന്നറിയില്ല. സ്റ്റാൻഡല്ല, അതുപോലെ ഇങ്ങനെ സൈഡിലുള്ളതാണ്. ഒരു സ്റ്റാൻഡൊക്കെ ചിലർ കൊടുക്കാറുണ്ട്. അതിൽ വെച്ചിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും നല്ല രസമുള്ള ഒരു ഐറ്റംസാണ് കാണാൻ വേണ്ടിയിട്ട്. വൈറ്റ് കളറിൽ ഫെദർ പോലെ, പീകോക്കിൻ്റെ ഫെദർ പോലെ മേലോട്ട് ഇങ്ങനെ പോകും. നല്ല രസമാണ് ഇത് കാണാൻ. ഇതൊരു പാക്കുണ്ട്. പിന്നെ ഇത് അടിയാൾ പേപ്പർ ബോംബിന്, അത് ഹാഫ് കെ ജിൻ്റെ, നമ്മൾ 1 kg നേരത്തെ കണ്ടു. അതുപോലെ തന്നെയുള്ള ഒരു ഹാഫ് kg അടിയാൾ പേപ്പർ ബോംബുണ്ട്. ഇത് സ്കൈ കിങ്ങിൻ്റെ എന്താ പറയുക, മേശാപ്പൂ പോലെ ഫസ്റ്റ് പൊന്തിയിട്ട് അതിന് ശേഷം ഷോട്ട് പോലെ പൊട്ടുന്നതാണിത്. ഇങ്ങനത്തെ ഒരു പാക്കുണ്ട്. ഇത് രണ്ട് ഫംഗ്ഷനാണ് ഇതിൽ നടക്കുക. താഴത്തുനിന്നപ്പോൾ മേശാപ്പൂ പോലെ തന്നെ ആദ്യം പോകും, ഫ്ലവർ പോട്ട് പോലെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ഷോട്ട് പോലെ മുകളിൽ പോയി പൊട്ടുന്ന ഒരു ഐറ്റംസാണിത്. ഇതൊന്നുണ്ട്. ഞാൻ എൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ഇതാ ജെല്ലി ബെല്ലി എന്ന് പറഞ്ഞിട്ട്. ഇത് റെഡ് ആൻഡ് ഗ്രീനിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അതിനുശേഷം റെഡ് ആൻഡ് ഗ്രീനിൽ ഫ്ലവർ പോട്ട് പോലെ ആയിട്ട് അതിന് ശേഷം മുകളിൽ പോയിട്ട് ഗ്രീൻ കളറിൽ പൊട്ടുന്നതാണിത്. ഇതൊന്നുണ്ട്. ഓക്കെ, ഇത് സ്കൈ കിങ്ങിൻ്റെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ പോട്ടും അതേപോലെ തന്നെ മുകളിൽ പോയി ഫംഗ്ഷനും വിരിയുന്നത് തന്നെയാണ്. ഇത് ഗ്രീൻ കളറിലാണ് വരിക. മുകളിൽ പോയിട്ട് ഗോൾഡൻ കളറിൽ സ്കൈ ഷോട്ട് പോലെ തന്നെ. അതിന് ശേഷം ലാസ്റ്റ് ഈ ഫ്ലവർ പോട്ടിൻ്റെ ഫംഗ്ഷൻ അവസാനിച്ചതിന് ശേഷം മുകളിൽ പോയിട്ട് സ്കൈ ഷോട്ട് പൊട്ടും പോലെ പൊട്ടും. ഇത് ഒന്നും അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ. കാണാൻ റൗണ്ടിൽ തന്നെയാണ് ഇതും വരുന്നത് അതുപോലെ തന്നെയാണ്. മുകളിൽ നമ്മളിവിടെ തിരി വെക്കുക. അപ്പോൾ ഫസ്റ്റ് അതുപോലെ തന്നെ വന്നിട്ട് അതിന് ശേഷം പോട്ട് പോലെ മേലെ പോയിട്ട് പൊട്ടുന്നതാണ്. ഞാൻ അതിൻ്റെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് ക്രാക്ക് ജാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് ഗോൾഡൻ കളറിലാണ് താഴത്തുനിന്ന് ഫ്ലവർ പോട്ടിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ പോയിട്ട് ബ്ലൂ കളറിൽ എന്താ പറയുക സ്കൈ ഷോട്ട് വിരിയും. പിന്നെ ഇത് ശ്രീഗുരുവിൻ്റെ പാൻറിച്ച് വീൽസ്. ഇത് എനിക്ക് തോന്നുന്നു ആ ചക്രമാണല്ലേ, ചക്രത്തിൻ്റെ പുതിയ അഡ്വാൻസ് വന്ന ടൈപ്പാണ് ഇത്. നമ്മൾ തീ കൊടുക്കുമ്പോൾ
ഇവിടെയാണ് നമ്മൾ തീ കൊടുക്കുക. ഇത് നിലത്തുനിന്ന് കറങ്ങിയിട്ട് മുകളിലേക്കാണ്, ഈ 2 സൈഡിലൂടെയും ഫയർ പോവും. അങ്ങനെ മുകളിലേക്ക് ഫയർ വരുന്ന ഒരു ടൈപ്പാണ്. മാജിക് വീൽസ് 4x4 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസിൽ ഈ ക്രാക്കർ വരുന്നുണ്ട്. ഒക്കെ സെയിം ഫങ്ഷൻ തന്നെയാണ്, പേരിന് മാത്രം ഓരോ ബ്രാൻഡും മാറുന്നതിനനുസരിച്ചിട്ട് പേരിന് മാത്രം മാറുന്നേ ഉള്ളൂ. നല്ലൊരു എന്താ പറയുക, ഒരു ഫങ്ഷനോട് കൂടിയിട്ടുള്ളൊരു ക്രാക്കറാണത്. ഇനി ഇത് ആപ്പിൾസ് ബ്രാൻഡിൻ്റെ ഡാൻസിങ് ബട്ടർഫ്ലൈ. ഇത് നിലത്തുനിന്ന് കുറച്ച് പൊന്തി പോകുന്ന ടൈപ്പിലുള്ള ഒരു ക്രാക്കറാണ്. ഇതിൻ്റെ ഒരു 10 ഒരു പീസാണ് ഇത്. ഇതൊക്കെ നമുക്ക് ഫങ്ഷനിൽ കാണാം. 2 കളറിലാണ് നോർമലി ഇത് വരൽ, റെഡും ഗ്രീനിലൊക്കെയാണ് ഇത്. എന്താ പറയുക, പൊന്തി കുറച്ചൊരു ഹൈറ്റിൽ, ഒരാളെക്കാട്ടിൽ ഹൈറ്റിൽ ഇത് പൊന്തിയിട്ട് പോകുന്ന ഒരു ഐറ്റംസാണ്. നല്ല രസമാണ് അത് കാണാൻ. ഇത് അടിയാൾ പേപ്പർ ബോംബിൻ്റെ 1/4 kg, 1/2 kg ഉണ്ട്, 1 kg ഉണ്ട്. ഇത് അതുപോലെ തന്നെ 1/4 kg വരുന്ന ഒരു അടിയാൾ പേപ്പർ ബോംബ്. പിന്നെ ഇത് രവികിരൺ ബ്രാൻഡിൻ്റെ 3 നമ്മൾ ഫ്ലവർ പോട്ട് തന്നെ. അപ്പോൾ ഇതൊരു പാക്കറ്റ് ഉണ്ട്. ഇനി ഇത് കളർ കോട്ടി. ഈ ഫ്ലവർ പോട്ടിൻ്റെ കേസിൽ വരികയാണെങ്കിൽ സ്മോള്, ബിഗ്, സ്പെഷ്യൽ, കളർ കോട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ സൈസ് കൂടി വരൽ. കളർ കോട്ടിയൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ഫങ്ഷനോട് കൂടിയിട്ട് വിരിയുന്ന ഒരു ടൈപ്പിലേക്കാണ് വരിക. കൂടുതൽ ടൈമിങ് കിട്ടും. ആദ്യം സ്മോള്, പിന്നെ ബിഗ്, പിന്നെ സ്പെഷ്യൽ, അശോക, കളർ കോട്ടി, അങ്ങനെയൊക്കെ കുറഞ്ഞ ടൈമിങ്ങിൻ്റെ വ്യത്യാസമാണ് വരിക. ഈ ഡീലക്സ്, എന്താ പറയുക, കളർ കോട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ഓരോ ബ്രാൻഡിൻ്റെ ആണെങ്കിലും അത് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ടൈമിങ്ങോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ഫ്ലവർ പോട്ട്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലവർ പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് അതേ ബ്രാൻഡിൻ്റെ തന്നെ, ദാസ് ബ്രാൻഡിൻ്റെ തന്നെ ഡീലക്സ് വരുന്നുണ്ട്. ഡീലക്സിൽ അധിക എണ്ണത്തിലും, ഡീലക്സ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കോട്ടിക്കൊക്കെ 10 പീസ് ഉണ്ടാവും. ഡീലക്സിൽ അധിക എണ്ണത്തിലും 5 പീസാണ് എല്ലാ ബ്രാൻഡിൻ്റെയും വരുന്നത്. കുറച്ചും കൂടി വലിയ ഐറ്റംസാണ് അധിക എണ്ണത്തിലും വരൽ. ഇതിലും അതുപോലെ തന്നെയാണ്, ഡീലക്സിന് 5 പീസാണ് വന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ എണ്ണത്തിൻ്റെ വർക്കിംഗ് അവരെ ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളറിയാതെ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കാം. ഇത് നടേഷ് ഫയർ വർക്കിൻ്റെ ക്ലാസിക് ബോംബാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കണം ഇത് എത്ര പ്ലൈ ആണെന്നൊന്നും അറിയില്ല. പ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിൻ്റെ എണ്ണമാണ്. ചുറ്റിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ്, ചുറ്റിൻ്റെയും വെടിമരുന്നിൻ്റെയും എന്താ പറയുക റേഷ്യോ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക പെർഫോമൻസ് വ്യത്യാസം വരിക. അത്യാവശ്യം നല്ല സ്ട്രോങ് ചുറ്റാണെന്ന് തോന്നുന്നു. വെയിറ്റ് വല്ലാണ്ട് വെയിറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല. നോർമലി റെഡ് കളറിലും പിന്നെ കളർലെസ് ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ 9 പ്ലൈയിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ 7 പ്ലൈയിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ബോംബ്സ് വരുന്നത്. ഇതൊരു 5 പ്ലൈ റേഞ്ചുള്ളതായിരിക്കും എന്ന് ഞാൻ ഗസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ പൊട്ടുന്നതിൻ്റെയൊക്കെ നമ്മൾ ടെസ്റ്റിംഗ് വീഡിയോയിൽ ഇത് പറയാം. നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞുതരാം. ഇതൊരു 10 എണ്ണത്തിൻ്റെ പീസാണ്. ഇത് അതിൻ്റെ തന്നെ ഗോട്ട് ഡീലക്സ് ബോംബ്, അതിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയ ബോംബായിരിക്കും. ഇതധികം 7 പ്ലൈ ആയിരിക്കും സാധ്യത. യെസ്, ഇത് 7 പ്ലൈ ആയിരിക്കും. ഇതിന് കുറച്ചും കൂടി എന്തായാലും മറ്റേനെക്കാട്ടിലും കുറച്ചും കൂടി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതിനെക്കാട്ടിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു ബോംബാണ്. പിന്നെ അതിൽ വരുന്ന ഏറ്റവും ചെറിയ ബോംബ്സിൽ ഏറ്റവും ചെറിയൊരു ബോംബ്, ഇതും ഏകദേശം ആ കാണുന്ന ക്ലാസിക് ബോംബിൻ്റെ ഏകദേശം ആ ഒരു സീരീസിലേക്ക് വന്നിട്ടുണ്ട്. ദാസ് കുറേ ശിവകാശിയിലൊക്കെ കുറേ പേര് ചെയ്യുന്ന ബ്രാൻഡാണ് ദാസ്. നമ്മളെ നാട്ടിലേക്കൊന്നും അധികം പിന്നെ ദാസ് ബ്രാൻഡ് കണ്ടിട്ടില്ല. നൽചക്രം ദാസിൻ്റെ തന്നെ ഒരു നൽചക്രമാണുള്ളത്. 10 എണ്ണത്തിൻ്റെ പാക്കറ്റാണ്. വലിയ പാക്കാണെന്നേ ഉള്ളൂ. കുറച്ചും കൂടി ചെറിയ പാക്കായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡീലക്സ് ആണ്. നോർമലി ഡീലക്സ് സീരീസിൽ വരുന്ന ക്രാക്കേഴ്സിലൊക്കെ ഡീലക്സ് സീരീസിൽ വരുന്നതൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സാധനങ്ങളായിരിക്കും. ഇതിലും സ്മോള്, ബിഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡീലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇതിലും വരൽ. സ്പെഷ്യൽ വരലുണ്ട്. അയ്യൻസിൻ്റെ ഒക്കെ കേസിൽ ഡീലക്സും സ്പെഷ്യലൊക്കെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കൽ. അതുപോലെ തന്നെ നമുക്ക് ഇതും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ടൈമിങ് കിട്ടും തോന്നുന്നു. പിന്നെ ഇനിയുള്ളത് മൊത്തം നമ്മളെ ഷെൽസാണ്. ഇതാണ് നമ്മളതിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഓരോന്ന് എടുക്കുന്ന സൂര്യകല ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് നൽകുന്ന എന്നാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി സ്കൈ ഷോട്ട്സാണ് സൂര്യകല ബ്രാൻഡിൻ്റെ എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് 4 ഇഞ്ച് ഷെല്ലാണ്.
ഇത് അതിൻ്റെ തന്നെ ഗോൾഡ് മൈൻ എന്ന് പറഞ്ഞിട്ട് ഇത് പൊട്ടിയിട്ട് മൾട്ടി കളറിൽ ഇതുപോലെ തന്നെ വിരിയുന്ന ഒരു 4 ഇഞ്ചിൻ്റെ ഷെല്ല് തന്നെയാണ് ഇത്. ഇതൊന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ പാണ്ഡ്യൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കിങ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പൊട്ടിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അത് വീണ്ടും പൊട്ടിത്തെറിക്കുന്നതാണ്, ക്രാക്ലിങ്ങോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഒരു കിങ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള. ഇതേപോലെയാണ് അതിൻ്റെ ഫങ്ഷൻ വരിക. അതൊരു പീസ് ഉണ്ട്. ഇതും 4 ഇഞ്ച് ഷെല്ലാണ്. ഇത് 3.5 ഇഞ്ച് ഷെല്ലാണ്. പാണ്ഡ്യൻ ബ്രാൻഡിൻ്റെയാണ്. പാണ്ഡ്യൻ ബ്രാൻഡ് അത്യാവശ്യം നല്ല ലീഡിങ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നമ്മുടെ നാട്ടിലേക്കൊന്നും അധികം കാണാറില്ല, പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. പാണ്ഡ്യൻ ഷോർട്സിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പാണ്ഡ്യൻ്റെ വാങ്ങിയിരുന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. ഇത് 3.5 ഇഞ്ചിൻ്റെ ഒരു ഷെല്ലാണ്. ഇത് ബ്ലൂ സ്റ്റാർസിൻ്റെ ഡബിൾ സ്ട്രോങ് 2 കളറിലുള്ള റെഡും ഗ്രീനോട് കൂടിയിട്ട് വിരിയുന്ന ഷെല്ലാണ്. ഇത് 2 ഇഞ്ചല്ല 1.5 ഇഞ്ച് ഷെല്ലാണ് തോന്നുന്നു. ഇതിൻ്റെ ഒരു 3 കളേഴ്സ് ഉണ്ട്, വെറൈറ്റി ഉണ്ട്. ഇത് റെഡും ഗ്രീനോട് കൂടിയിട്ടുള്ള, ഇത് റെഡ് ഡയമണ്ട് എന്ന് മാത്രമുള്ള ഷെല്ലാണിത്. പിന്നെ ഇത് അതിൻ്റെ തന്നെ ഗ്രീൻ കളറിലുള്ള ഷെല്ലാണ്. ഇത് ബോംബിൽ ഏറ്റവും ചെറുത് ഹൈഡ്രോ ബോംബ്. ഇതിൻ്റെ തിരിക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തിരി നമ്മൾ ഒറ്റ ഇപ്രാവശ്യം മെയ്ഡ് ചെയ്യുന്നതാണെങ്കിൽ അപ്പം നമുക്ക് വാങ്ങുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യില്ല. ഇങ്ങനത്തെ തിരി വരുന്നതാണെങ്കിൽ ഈ തിരി അധികം നശിച്ചു പോകലുണ്ടാകും. മീൻസ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് കെട്ടുപോകുന്നൊരു സംഭവം ഈ തിരിക്ക് ഉണ്ടാവലുണ്ട്. മറ്റേ ഫ്യൂസ് ഇതിന് വെക്കുന്ന ഈ ബോംബിലൊക്കെ വരുന്ന ഫ്യൂസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ്, അതായത് നിൽക്കുന്ന ടൈപ്പ് ഫ്യൂസ് ആയിരിക്കും. മീൻസ് ഈ ഫ്യൂസ് ആണെങ്കിൽ ഈ ഫ്യൂസ് ഒരിക്കലും കേട് വന്നിട്ട് നമ്മളെ ബോംബ്സ് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ ചൂസ് ചെയ്തിട്ട് ഇതിനെക്കാട്ടിലും നോക്കുമ്പോൾ ഇങ്ങനത്തെ മോഡൽ ബോംബ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ബോംബ് പൊട്ടാനുള്ള ചാൻസസ് ഇങ്ങനത്തേൽ കൂടുതലാണ്. ഇങ്ങനത്തെ മേ ബി തിരി കിട്ടുപോയിട്ട് കുറേ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ അങ്ങനത്തെ മോഡൽ നോക്കുക. പിന്നെ നമ്മളൊരു ചെറിയ മോഡൽ എന്നുള്ള നിലയിൽ നമ്മളിതും കൂടി എടുത്ത് എന്നേ ഉള്ളൂ. പിന്നെ ഫ്ലവർ പോട്ടിൽ സ്പെഷ്യൽ ഗ്രീന്, ഇത് ഗ്രീൻ കളറിൽ മാത്രം വിരിയുന്നതാണ്. ഇതിൻ്റെ ഒരു 10 എണ്ണത്തിൻ്റെ പീസ് ഉണ്ട്. പിന്നെ ഇതാ 4 ഇഞ്ച് ഷെല്ല് തന്നെ. ഇത് മദേഴ്സ് ബ്രാൻഡിൻ്റെ യോഗ എന്ന് പറഞ്ഞ സീരീസിൽ വരുന്നതാണ്. ധൂം 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ മുകളിൽ. ഇത് 3 ബോളാണ്. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ 3 പൊട്ടുന്ന ബോൾസാണത് ഒറ്റൊന്നിൽ. വലിയ ഷെല്ല് തന്നെയാണത്. അതിൻ്റെ പോലെ തന്നെ മദേഴ്സ് ബ്രാൻഡിൻ്റെ യോഗ എന്നുള്ള ഡാഫി എന്നാണ് ഇതിൽ കൊടുത്തത്. ഇത് 2 ഷോട്ട് ഡബിൾ ബോൾസ് ഉള്ള ഷോട്ടാണ്. 2 പൊട്ട് ഒറ്റ ഷെല്ലിൽ തന്നെ പോകുന്ന ബോൾസാണ്. പിന്നെ ഇത് പാണ്ഡ്യൻ്റെ എന്താ പറയുക റെഡി 1 2 3 എന്ന് പറയുന്നത്. ഇതൊന്നും എനിക്ക് തോന്നുന്നു എന്തായാലും വിരിഞ്ഞിട്ട് ഏകദേശം നയാഗ്ര ഫോൾസ് പോലെ തന്നെയാണ് ഇത് കാണുന്നത്. നയാഗ്ര താഴോട്ട് നല്ലോണം തൂങ്ങും, അങ്ങനെ വരുന്നതാണ്. ഇത് ബോൾസായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നുണ്ട്. ഇത് ഓം ബ്രാൻഡിൻ്റെ, ഇത് 3 എണ്ണമാണെന്ന് തോന്നുന്നു. ഇതിൽ 3 പീസ് വരുന്നതാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 എണ്ണം സെയിം കളറാണ്. ഇതൊന്നും ഡിഫറെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് ദാസ് ബ്രാൻഡിൻ്റെ ഫ്ലവർ പോട്ട് ബിഗ് എന്ന് പേര് തന്നെയാണ്. സൈസിൽ ചെറുതായിരിക്കും ബിഗ്. ഗ്രീൻ കളർ മാത്രമുള്ളതാണ് ഇമിറ്റ് ചെയ്യുന്നതാണ്. നോർമലി സിൽവർ കളറിലാണ് നമ്മളെ ഫ്ലവർ പോട്ട്സൊക്കെ വരിക. ഇത് ദാസ് ബ്രാൻഡിൻ്റെ ഗ്രൗണ്ട് ചക്കർ ബിഗ്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ടൈമിങ് വളരെ കുറവായിരിക്കും. അത്യാവശ്യം നീറ്റായിട്ടുള്ള പാക്കിങ് തന്നെയാണ് കേട്ടോ. പല ബ്രാൻഡ്സും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വെടിമരുന്ന് ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ദാസ് ബ്രാൻഡിൻ്റെ തന്നെ ചക്രം സ്പെഷ്യൽ. ഇതും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള പാക്കിംഗ് ആണ്. ഇതിൻ്റെയൊക്കെ ടൈമിങ് എത്രയാണെന്നുള്ളത് നമ്മൾ ടെസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് ഫ്ലവർ പോട്ട്സ് അശോക. ഇതും ഗ്രീനാണ്. ഇതും 10 എണ്ണത്തിൻ്റെ പാക്കാണ് വരുന്നത്. ഇത് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു 30 ഷോട്ടാണ് മൾട്ടി കളറ്. സ്കൈ കിങ്ങിൻ്റെ തന്നെയാണ് ഇതും. ഇത്രയാണ് നമ്മൾ വാങ്ങിയ ഐറ്റംസ്.
പച്ച മഞ്ഞ ചുമപ്പും ഒക്കെ ഉണ്ടാവും. എന്നാൽ ദിവസം നിൽക്കുന്നതാണ്. അപ്പൂസ് എൻജിനിന് പൈസ വരുന്നുണ്ട്. അത് വെച്ചിട്ടോ എക്കോടുവാടാ മാറി മാറി
മണ്ണിൽ കിടന്നോളൂ എല്ലാരും. മണ്ണിലോട്ട് കിടന്നാ മതി. സൗണ്ട് സ്നാപ്പല്ലടാ. ഇതെന്താ കളിക്കുന്നത്? അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് വീഡിയോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം തന്നെ നല്ല കിടിലൻ പെർഫോമൻസിലാണ് നമുക്ക് കിട്ടിയത്. എസ്പെഷ്യലി നമ്മളെ സ്കൈക്കിങ്ങിൻ്റെ ഐറ്റംസ്, എല്ലാ ഫാൻസി ഐറ്റംസും സ്കൈക്കിങ്ങിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സ്കൈ ഷോട്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മേശപ്പൂ ഒന്നും തന്നെ പൊട്ടിത്തെറിച്ചിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അവർ കൊടുത്തിരിക്കുന്ന പൈസയ്ക്കുള്ള പെർഫോമൻസ് എന്തായാലും തന്നിട്ടുണ്ട്. പിന്നെ